എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ അനവസരത്തിൽ നടത്തിയ മോഡി പുകഴ്ത്തൽ. के बारे में मेरे पता नहीं है, लेकिन हर दुनिया में अमन व अमान होना चाहिए। इसीलिए जो करना चाहते वो करेगा। अमेरिका जब ईरान वो भी खत्म कर रहा है, वो झगड़ा नहीं होना। और इंसानियत को कीमत बढ़ा के ये सब उसके नीचे. മോഡിയെ ന്യായീകരിക്കൽ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെക്കാൾ സുരക്ഷിതരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. പറയുന്നത് എന്താണെന്ന് അവർ ആലോചിക്കണം. ഈ പറയുന്നത് കേൾക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ബുദ്ധമതക്കാർ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ലോകത്തുള്ള ബാക്കിയുള്ള സമുദായങ്ങളും കേൾക്കും. ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സമുദായങ്ങളും കേൾക്കും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ലാതായിപ്പോയല്ലോ റബ്ബേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുസ്ലിങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതർ? ഏത് രീതിയിലാണ്? അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം തന്നാൽ മാത്രമേ ആ സുരക്ഷിതത്വം ഉണ്ടാവൂ. അല്ലാതെ മോഡി ഭരണത്തിൽ യാതൊരു കാരണവശാലും ഇന്ന് വരെയുള്ള മോഡിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല. ന്യൂനപക്ഷത്തിൽ കൂട്ടേണ്ടവരാണ് ദളിതരും. ദളിത ഹിന്ദു സമുദായങ്ങൾ എന്നെല്ലാം പറയുന്നത് അരക്ഷിതരാണ്, അപകടത്തിലാണ്, ആപത്തിലാണ്. ഈ മോഡി ഭരണത്തിൽ നമുക്ക് യാതൊരു വിലയില്ല. നമ്മൾ രണ്ടാം തരം പൗരന്മാരാണ് ഇന്ത്യയിൽ. അത് സത്യമാണ് ഈ പറയുന്നത്. അതിനെ വളച്ചൊടിക്കുന്നത് എന്താണ്? എന്തിന് ആവശ്യമില്ലാതെ ന്യായീകരണത്തിന് പോണം? അത് നമ്മളെ പൊട്ടൻ KT ജലീലിൻ്റെ അടുത്ത് ഒരു ചാനൽ, ടെലിവിഷൻ ചാനൽ വന്ന് ചോദിക്കുകയാണ്, അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിയാർ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത് എന്ന് ടെലിവിഷൻ ചാനലുകാരൻ ചോദിക്കുകയാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നൊരു അഭിപ്രായം CNN അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം നൽകിയത് അങ്ങനെ കാണാൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ? അങ്ങനല്ലേ. ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പോയി കണ്ടു. ഞാനത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ശരിക്ക് ആ നിലക്ക് നിരീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം സമയം ചോദിച്ചത്. ആ സമയം പ്രധാനമന്ത്രി കൊടുത്തു. പ്രധാനമന്ത്രിയെ പോയി കണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യമില്ല. പിന്നെ പ്രധാനമന്ത്രിയെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാവട്ടെ, സമുദായ സംഘടനകളുടെ നേതാക്കന്മാരാവട്ടെ പോയി കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലയിൽ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുകയും അവക്ക് പരിഹാരം അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ജലീൽ പറയാണ്, അത് എന്താണ്, എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അതായത് ഈ പൊട്ടന്മാരെല്ലാം ഈ രാഷ്ട്രീയത്തിലുള്ളവരാണ്. പിന്നെ ഭയക്കുന്ന, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ ഭയക്കുന്ന പൊട്ടന്മാരായ ചില മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്. അവർ പറയും ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഏത് കാലത്താണ് ഈ തെണ്ടികളൊക്കെ ഇനി പഠിക്കുന്നത്?
ടെലിവിഷൻ ചാനലുകളും മൊത്തം തുറന്നാൽ നമുക്ക് കേൾക്കാം അവർ പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ഇനി പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ന്യായീകരണം, ഇവനൊക്കെ വിഴുങ്ങയാണ്. എന്തും ചെറ്റത്തരം എന്തും വിളിച്ചു പറയാൻ ഈ രാഷ്ട്രീയക്കാരന് യാതൊരു ഈ ഉളുപ്പുമില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ 90% ആൾക്കാരും അതായത് മനുഷ്യരെ പറ്റിക്കുകയാണ്. കള്ളവും കാപട്യവും വഞ്ചനയും ചതിയുമാണ് ഇവരുടെ തൊഴിൽ. അവരുടെ കസേര നിലനിർത്താൻ, അവരുടെ പദവികൾ നിലനിർത്താൻ, അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ അവർ ഏത് രീതിയിലുള്ള ന്യായീകരണവും നടത്തും. തലയിൽ ഒരു കെട്ടും കെട്ടി താടിയും മുഖത്ത് വെച്ചു എന്ന് വിചാരിച്ച് ആരും പണ്ഡിതനാവില്ല. സുഹൃത്തുക്കളെ, നമ്മൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു താടി വെച്ചുന്ന ഒരു തലപ്പാക്കെട്ട് കെട്ടിയെന്ന വിചാരിച്ച് അവരൊന്നും പിന്നെ അറിവുള്ളവരാ പണ്ഡിതന്മാരാ ഒന്നും ആവുകയില്ല. അതായത് ഹൃദയശുദ്ധി വേണം. ആദ്യം ഹൃദയശുദ്ധി വേണം. രണ്ടാമത് അതല്ല, ആദ്യത്തേതെന്ന് പറയാൻ ഹൃദയശുദ്ധി. ആദ്യം അള്ളാഹുവിനെ ഭയം വേണം. അതാണ് മെയിൻ. അള്ളാഹുവിനെ ഭയക്കണം ആദ്യം. രണ്ടാമത് ഹൃദയശുദ്ധി വേണം. കാര്യം അള്ളാഹുവിനെ ഭയന്നില്ലെങ്കിൽ ഹൃദയശുദ്ധി എങ്ങനെ ഉണ്ടാവും? ഈമാൻ വേണം. അതായത് ഇന്ന് കാണുന്ന ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും അങ്ങനെ അഭിമാനിക്കുന്നവരും പരസ്പരം പറയും, ഓ മഹാനവർകൾ, മഹാനവർകൾ എന്നൊക്കെ വിളിച്ചു പോകും. ഇവരൊക്കെ പറയുന്നത് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടല്ല പറയുന്നത്, കാപട്യമാണ് പറയുന്നത്. അതായത് മനുഷ്യരെ പറ്റിക്കുകയാണ്. നമ്മുടെ സമുദായത്തിലെ പാവപ്പെട്ട ആൾക്കാർ, അതായത് അവർക്ക് കൂടുതലായിട്ട് ദീനില്ല, ദീനിയായ വിദ്യാഭ്യാസമില്ല. കുറച്ച് നാള് മദ്രസയിൽ ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ പോകും. അത് കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം നിന്ന് പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ മദ്രസയായിട്ട് അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് മുഅദ്ദിനാവുകയോ അവിടുത്തെ ഖത്തീബാവുകയോ ചെയ്യുകയാണെങ്കിലാണ് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കേരളത്തിലായിരുന്നാലും ബാക്കിയുള്ള സ്ഥലത്തായിരുന്നാലും നടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് അവരവരുടെ സൗകര്യം അനുസരിച്ച് അവർക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ, ശമ്പളം ഒരു പള്ളിയിൽ ഒരു പിന്നെ ഖത്തീബായിട്ട് ജോലി നോക്കുന്ന ഒരാൾ, അതായത് ഇമാമായിട്ട് ജോലി നോക്കുന്ന ഒരാളിന് അടുത്ത ഒരു പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ 5000 രൂപ കൂടുതൽ തരാം മാസം തോറും എന്ന് പറഞ്ഞാൽ അയാൾ അത് കളഞ്ഞിട്ട് പോകും. അപ്പോൾ അവിടെയൊന്നും ദീനും ഇതൊന്നും അല്ല പ്രശ്നം. ദീൻ എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത് ലൈഫാണ്, അതായത് ദുർബലമാണെന്ന ആളുകളുടെ. അതിന് ഏത് പണ്ഡിതനെ എടുത്താലും നിങ്ങൾക്കറിയാം. നിങ്ങൾ കാണുന്ന ഈ ചാനലുകളിലെല്ലാം വന്നിരുന്ന് ഓരോരുത്തന്മാർ കുരയ്ക്കുന്ന നിങ്ങൾ കേട്ടില്ലേ? പണ്ഡിതൻ എന്ന് പറയുന്നവന്മാര് എന്തൊക്കെയാണ് പറയുന്ന പൊട്ടത്തരം പറഞ്ഞല്ലേ. അതായത് വരുമാനം, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തരം പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈ ദിക്ർ ചൊല്ലിയാൽ മതി, ആ ദിക്ർ ചൊല്ലിയാൽ മതി, കുന്നുകൂടും പണം വന്ന്. യവന്മാര് പിന്നെ ഈ റെസിപ്റ്റ് മേടിച്ച് വീടാൻ തോറും കയറിറങ്ങി 5ഉം 10ഉം പിരിക്കുന്നതിന് യവന്മാര് ഈ പിരിക്കാൻ വിടുന്നവന്മാരാ അവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇരുത്തി ദിക്റും ചൊല്ലി അങ്ങനെ ഇരുത്തിയാൽ പോരെ? പണം വന്ന് കുന്നുകൂടുമല്ലോ. കെട്ടുകണക്ക് നോട്ടിന്റെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പൊ ഇത്ര വിഡ്ഢിത്തരം, മനുഷ്യരെ വിഡ്ഢികളാക്കുകയാണ് അവര്. അതായത് സമുദായത്തിലുള്ള ഈ നമ്മുടെ സമുദായത്തിനെ മുറുകെ പിടിച്ച്, ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ വിഡ്ഢികളാക്കുകയാണ്. കാരണം അവർക്ക് പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ മുസ്ലിയാർ തലയെ കെട്ടും കെട്ടി തലപ്പാവം ഒക്കെ വെച്ച് താടിയൊക്കെ വെച്ച് നല്ല മുഖത്തിൽ വന്നിരുന്നിട്ട് പറയാണ്, ഈ ദിക്ർ ചൊല്ലിയാൽ മതി, നിങ്ങൾ കാശ് കയറാവും. അങ്ങനെയാണോ? അങ്ങനെ ആരെങ്കിലും കാശ് കയറാം? എങ്കിൽ പിന്നെ എല്ലാവരും വീട്ടിലെങ്കിൽ ഇരുന്നാൽ പോരെ? ദിക്റും ചൊല്ലി വീട്ടിലെങ്കിൽ ഇരുന്നാൽ പോരെ? അങ്ങനെയല്ല, അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാക്കണം. അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് ചെയ്യണം. അല്ല വീട്ടിലിരുന്ന് ദിക്റും ചൊല്ലി. അതെന്ന് പറയുന്നത് നമ്മുടെ നാടും വീടും നമ്മുടെ ആത്മീയ മതിൽ മാത്രം ലയിച്ച് ഇഹലോകത്തുള്ള എല്ലാം വെടിഞ്ഞിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് പൈസയുടെ ആവശ്യമില്ല. അവന് അള്ളാഹു ആഹാരം എത്തിച്ചു കൊടുക്കും. അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി വീട്ടിലിരുന്ന് നീ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയല്ല. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ്. അത് തന്നെയാണ് മാനവരാശിയുടെ ചരിത്രം എന്ന് പറയുന്നത്. സഹാബാക്കളായിരുന്നാലും നബിമാരായിരുന്നാലും നബിചര്യ, എല്ലാ നബിമാരും ആട്ടിടയന്മാരായിരുന്നു. എല്ലാ നബിമാരും ആട്ടിടയന്മാരായിരുന്നു. ആട്ടിടയനല്ലാത്ത ഏതൊരു നബിയുണ്ട്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലാ നബിമാരും ആട്ടിടയന്മാരായിരുന്നു തുടക്കത്തിൽ. പിന്നെ ആണ് അവർ ആ ആട്ടിടയന്റെ ഇതെന്ന് പറയുന്ന മാറി മറിഞ്ഞു വന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു? ആട്ടിടയനായിരുന്നു. ആടിനെ വെച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈസായും, അങ്ങനെ തന്നെയാണ് മൂസായും. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് തന്നെയാണ് എല്ലാ നബിമാരും ജീവിച്ചത്. അല്ലാതെ ആരും വീട്ടിലിരുന്ന് ദിക്റും ചെയ്ത് പൈസ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുകയല്ല. അള്ളാഹുവിന് വേണമെങ്കിൽ കോടികൾ, ലക്ഷം കോടികൾ, 1000 കോടികൾ വേണമെങ്കിൽ ഇറക്കി കൊടുക്കുക. അങ്ങനെയല്ല. മനുഷ്യരായിട്ട് ജീവിക്കണം. എല്ലാ നബിമാരും മനുഷ്യന്മാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എല്ലാ മനുഷ്യരും നബിമാരാണ്.
അല്ല, എല്ലാ മനുഷ്യരും നബിമാരല്ല, മനുഷ്യരായിട്ടുള്ളവരാണ് നബിമാരായത്. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിക്കൂടെ? നബിമാരാ, കെട്ടിയിറക്കിക്കൂടെ? എന്തെല്ലാം ചെയ്യാം, ഏത് രീതിയിലും ആളിനെ ഇറക്കിക്കൂടെ? പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. ജനങ്ങൾ മനസ്സിലാക്കണം, അവര് നബിമാര്, ഒരു സ്ത്രീ പ്രസവിക്കാത്ത നബി എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാം മാത്രമാണ്. ബാക്കി എല്ലാ നബിമാരെയും സ്ത്രീകൾ പ്രസവിച്ചാണ്, അവൻ്റെ ഉമ്മ പ്രസവിച്ചത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ മനുഷ്യ പരമ്പര തന്നെയാണ് ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത്. അതായത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളും അങ്ങനെ ആരാധനാക്രമങ്ങളും മാത്രമേ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ആരാധനാക്രമങ്ങളും മാത്രമേ ഇസ്ലാമിലുള്ളൂ. അപ്പൊ അത് നമ്മൾ പഠിക്കണം, സാധാരണക്കാരനും പഠിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആന്റെ തർജ്ജമ നിങ്ങൾ വായിച്ചിരിക്കണം. ആരെഴുതിയതായാലും പ്രശ്നമില്ല. തഫ്സീറുകൾ കൊടുക്കുമ്പോൾ അതിനെ കൂടുതലായിട്ട് വിശാലമായിട്ട് പറയുമ്പോഴത്തേക്കാണ് അവിടെ തെറ്റും കുറ്റങ്ങളും ഈ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും തബ്ലീഗുകാരും ഒക്കെ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലാതെ അടിസ്ഥാനപരമായി ഖുർആന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനാരും ആർക്കും മാറ്റിമറിക്കാൻ ആകില്ല. അത് കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിൽ കിട്ടും, ഹിന്ദിയിൽ കിട്ടും, ലോകത്തുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലും കിട്ടും. അതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കരുത്. അതിപ്പോൾ ജലീലായാലും ശരി, ജലീൽ ന്യായീകരിക്കണമെന്നുണ്ട്. ന്യായീകരിക്കുന്നതിന് ഞാൻ കേട്ടില്ല, ഞാൻ കണ്ടില്ല, ഞാൻ പഠിച്ചില്ല. പണ്ട് മുസ്ലിം ലീഗുകാർ മോഡിയെ കാണാൻ പോയിട്ടുണ്ട്. മോഡിയുടെ ഫണ്ടിലത്തേക്ക് ഏതോ ഒരു പ്രശ്നം വന്നപ്പോഴത്തെ ഫണ്ടിലത്തേക്ക് പൈസ 25 ലക്ഷം രൂപ കൊണ്ടൊന്ന് കൊടുത്തു, മോഡിയെ കണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കാന്തപുരത്തിന് പോയി കാണുന്ന കാന്തപുരം ഈ മോഡിയെ കണ്ടതിലല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മോഡിയെ കാണാം. മോഡി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട വർഗീയവാദിയായ പ്രധാനമന്ത്രിയാണ് മോഡി. മോഡിയെ പോയി കാണാം, പ്രധാനമന്ത്രിയായി എന്നുള്ള രീതിയിൽ പോയി കാണാം. ഈ മോഡിക്ക് പണ്ട് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ പ്രാവശ്യം അമേരിക്കൻ സന്ദർശനത്തിന് വേണ്ടി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് മോഡിക്ക് അമേരിക്കൻ വിസ നിഷേധിച്ചിരുന്നു എത്രയെങ്കിലും വർഷം. അതിനുശേഷം ഇയാൾ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇയാൾക്ക്, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ആ വിസ ഇയാൾക്ക് അനുവദിച്ച് കിട്ടിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാന്തപുരം ഉസ്താദ് മോഡിയെ പോയി കണ്ടതിലല്ല ഇവിടുത്തെ പ്രശ്നം, പറഞ്ഞതിലാണ് പ്രശ്നം. മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയാനുള്ള ആർജവം, തൻ്റെ ഇടം, അതിനുള്ള ആണത്വം ഇല്ലാതെ പോയ ആരായാലും ശരി, അവരെ ന്യായീകരിക്കുന്നവന്മാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ആരായാലും ശരി, തലയെ കെട്ടി വിചാരിച്ചോ, തൊപ്പി വെച്ച് വിചാരിച്ചോ, ഇനി ഇപ്പോ അവർ താടി വെച്ച് വിചാരിച്ചോ, 5 നേരവും പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നിസ്കരിച്ച് വിചാരിച്ചോ, അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനറിയാം അവരുടെ ഹൃദയശുദ്ധിയും അവരുടെ പ്രവൃത്തിയും അവരുടെ മനസ്സിലെന്താണെന്ന് അള്ളാഹുവിനും അവർക്കും മാത്രമേ അറിയാൻ കഴിയൂ. അതൊന്നും നമുക്ക് ചൂഴ്ന്നു നോക്കാനൊക്കില്ല. എന്തായാലും ശരി, അള്ളാഹു മനുഷ്യന്മാർക്ക് നല്ല ഹൃദയമുള്ളവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ സാധാരണക്കാരനായ ഒരു മുസ്ലിമാണ്. സാധാരണക്കാരനായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോടുന്ന ആ രക്തം മനുഷ്യ രക്തമാണെങ്കിൽ പറയാനുള്ളത് ആർജവത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും പറയണം. പറയേണ്ട സമയത്ത് പറയണം. ഇന്നിപ്പോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്ത് പ്രശ്നം ചർച്ച ചെയ്യാതാണ് പോയിട്ട് അവിടെ ഈ അനാവശ്യമായ പറച്ചിലിന്റെ ആവശ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണക്കാരനായ മുസ്ലിങ്ങൾ, കേരളത്തിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളുള്ളത്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇല്ലേ? അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഈ പണ്ഡിതന്മാരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്നവർ ചിന്തിക്കില്ലേ? അപ്പൊ ഇവരൊക്കെ കള്ളന്മാരല്ലേ എന്നവർ ചിന്തിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പൊ അതാണ്, ന്യായീകരണ തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഒരാൾ പറഞ്ഞ ഒന്നുകിൽ അതിനെ അങ്ങ് അവഗണിച്ച് കളയുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോയാൽ അത് ആണത്തോടു കൂടി പറയണം, അല്ലാതെ ചുമ്മാ കടാപിട പറയരുത്. അങ്ങനെ ഒരു സംസാരിക്കുക അത് ആണുങ്ങൾക്ക് പറ്റിയതല്ല. ഈ ചുണ്ടിന്റെ മുകളിൽ മീശയും വെച്ചിട്ട് ഇങ്ങനെ പറയരുത്. അതൊക്കെ മീശയും എടുത്തിട്ട് നടക്കണം. ആണും പെണ്ണും കെട്ടവനായിട്ട് നടക്കണം, എങ്കിലേ അത് നടക്കുള്ളൂ. എന്തായാലും ശരി സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളും ദളിതരും എല്ലാം അരക്ഷിതാവസ്ഥയിലാണ് മോഡിയുടെ ഭരണത്തിന് കീഴിൽ. അവരൊന്നും സുരക്ഷിതരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ ചിന്തിക്കണം, അത് നമ്മൾ ഹൃദയത്തിൽ വെച്ചും കൊണ്ട് വേണം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ. എന്തെല്ലാം ആരെല്ലാം ഏത് പണ്ഡിതം പറഞ്ഞാലും നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ വോട്ട് കൊടുക്കും. അള്ളാഹുവിനെ ഭയക്കണം. അതായത് ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവങ്ങളെ നിങ്ങൾ ഭയന്ന് വേണം നിങ്ങൾ ചെയ്യാനുള്ളത്. നമ്മൾ ആരും സുരക്ഷിതരല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം
ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ നേതാക്കന്മാർ എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, അതൊന്നും നമ്മൾ കണക്കാണ്ട. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയണം. എന്തായാലും ശരി, മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇന്ത്യ ഭരിക്കണം. അങ്ങനെ ഭരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്നും അതിനുവേണ്ടി പടപൊരുതണമെന്നും അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണമെന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.